ഞങ്ങളോടൊപ്പമാകുവാൻ സ്വർഗം വിട്ടിറങ്ങിയ എൻ്റെ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഒരു കാറ്റടിച്ചാൽ പറന്നു പോകുന്ന അത്രയും ചെറുതായ ഒരു ഗോതമ്പപ്പത്തിൽ എഴുന്നള്ളിയ എൻ്റെ രാജാവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ശക്തിയുടെ ഉറവിടമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ കഴിഞ്ഞ ആഴ്ചക്കാലം തന്ന കൃപകൾക്ക് നന്ദി പറയുന്നപ്പാ. ഞങ്ങളെ വഴി നടത്തിയതിന് നന്ദി പറയുന്നു ഈശോയെ. ഞങ്ങളുടെ ഇടവകയെ കാത്തു പരിപാലിച്ചതിന് നന്ദി കർത്താവേ. ഞങ്ങളെ വൈദികരെ കാത്തു പരിപാലിച്ചതിന് നന്ദി കർത്താവേ. ഞങ്ങൾ വികാരി അച്ഛനെ കാത്തു പരിപാലിച്ചതിന് നന്ദി കർത്താവേ. ലോകം മുഴുവനെയും ഈശോയെ കാത്തു പരിപാലിച്ചതിന് നന്ദി അപ്പാ. ഞങ്ങൾ സിസ്റ്റേഴ്സിനെ കാത്തു പരിപാലിച്ചതിന് നന്ദി കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തതിനപ്പാ. തിരുസഭയെ കാത്തു പരിപാലിച്ചതിന് നന്ദി കർത്താവേ. ഞങ്ങളൊരുമന ഹൃദയത്തോടെ കർത്താവേ ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ 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 ഈശോയേ ഈശോയേ ആരാധന 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 ഈശോയേ ആരാധന ആരാധന. പ്രഭാഷകൻ 3:18. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ദൈവമേ, നീ ഒരു ഗോതമ്പപ്പത്തോളം ചെറുതായതുപോലെ നിന്റെ രക്തശരീരങ്ങൾ സ്വീകരിക്കുന്ന ഞങ്ങളും അപ്പാ, ഞാൻ കുറയുകയും അങ്ങ് എന്നിൽ വളരുകയും ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മോടൊപ്പമായിരുന്നു നമ്മെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എമ്മാനുവേലായി മനുഷ്യമക്കളോടൊപ്പം എപ്പോഴും ആയിരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന് ഈ സക്രാരിയിൽ സന്നിഹിതനായിരിക്കുന്ന പൊന്നുതമ്പുരാനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ പിതാവായ ദൈവം സകലത്തിനെയും സൃഷ്ടിച്ചു. ഒടുവിൽ തൻ്റെ സൃഷ്ടിയുടെ മകുടമായി ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. ആദ്യ കുടുംബത്തെ സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ മനോഹരമായ പറുദീസയിൽ അവിടെ നിന്നാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. പുത്രനായ ദൈവം തൻ്റെ അവസാന നാളുകളിൽ കാൽവരി മലയിൽ 3 ആണികളിൽ തറയ്ക്കപ്പെട്ടപ്പോൾ തൻ്റെ അന്ത്യനിമിഷത്തിൽ അവിടെയും ഒരു കുടുംബത്തെ സ്ഥാപിച്ചു. പുൽക്കൂട് മുതൽ കാൽവരി മല വരെ ഓരോ നിമിഷത്തിലും സഹനങ്ങളെ മാത്രം ഏറ്റുവാങ്ങിയ തൻ്റെ അമ്മയെ തൻ്റെ വക്ഷസോട് ചാരിക്കിടന്ന് തൻ്റെ ഹൃദയത്തിൻ്റെ സകല നൊമ്പരങ്ങളും അറിഞ്ഞിട്ടുള്ള വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായ്ക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് ഒരു പുതിയ കുടുംബത്തെ സ്ഥാപിച്ചു. ഓ കർത്താവേ, കുടുംബജീവിതങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം സ്വർഗം നൽകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെയും അവിടുന്ന് കുടുംബജീവിതത്തിലേക്ക് വിളിച്ചു വേർതിരിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കുമെന്ന് വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പാ, നീ ഏൽപ്പിച്ച കുടുംബജീവിതത്തിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ എത്രമാത്രമാണെന്ന് ഞങ്ങളൊന്ന് വിലയിരുത്തുമ്പോൾ, ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെ എത്രത്തോളം കൃത്യതയോടെ നിറവേറ്റുവാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിലയിരുത്തുമ്പോൾ പലപ്പോഴും ഞങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. പൊന്നുതമ്പുരാനെ, കാര്യവിചാരകത്വത്തിൻ്റെ കണക്കെടുക്കുന്ന ഒരു നാൾ വരുമെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പൻ എന്ന നിലയിൽ എൻ്റെ കാര്യവിചാരകത്വത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറയുവാനുണ്ടാകുമോ? ഒരമ്മ എന്ന നിലയിൽ
ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള മക്കൾ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വങ്ങളെ എൻ്റെ കുടുംബത്തിൽ എത്ര കാര്യക്ഷമതയോടെ ഞാൻ നിറവേറ്റി എന്ന് എനിക്ക് ആ നാളുകളിൽ പറയുവാൻ കഴിയുമോ? ഓ സ്വർഗത്തിലെ അപ്പാ, നീ തന്ന കുടുംബ ജീവിതങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ ഇടവകയിലെ ഈ കുടുംബങ്ങളെല്ലാം അവിടുന്ന് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒത്തിരി കണ്ണുനീരൊഴുക്കുന്ന അമ്മമാരുണ്ട്. ജീവിത പങ്കാളിയുടെ ദുർനടപ്പുകളെ കണ്ട്, വിശ്വാസമില്ലാത്ത തലമുറയെ കണ്ട്, ദൈവഭയമില്ലാത്ത ജീവിത പങ്കാളിയെ കണ്ട് കണ്ണുനീരോടും വേദനയോടും കൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ ആ പ്രിയപ്പെട്ട അമ്മമാരെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: അവിശ്വസ്തയായ ഭാര്യ വിശ്വസ്തയായ ഭർത്താവ് മൂലവും അവിശ്വസ്തയായ ഭർത്താവ് വിശ്വസ്തയായ ഭാര്യ മൂലവും രക്ഷിക്കപ്പെടുമെന്ന്. ഓ കർത്താവേ, ഒരു കുടുംബജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ഇതാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളെ ജീവിത പങ്കാളിയെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പാ, ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെ യഥോചിതം നിറവേറ്റുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ ആത്മാവിനെ അയച്ച് വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 1 തീമോഥെയോസ് 5-ാം അധ്യായം 8-ാം തിരുവചനം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. ഓ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം ബാഹ്യമാണോ? കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ബാഹ്യമായ പ്രകടനങ്ങളിലല്ല അപ്പാ, ഞങ്ങൾ കുടുംബത്തിൽ വിശ്വാസം ജീവിക്കുന്ന മക്കളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുതമ്പുരാനെ, ഈ ബലിപീഠത്തിലേക്ക് ഈ സമയം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്ന താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. നിൻമുഖം വാടുമ്പോ എൻ മനം നീറുമ്പോ എൻ്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമാ. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. ഈശോയെ, ചിലപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാനും വീണു പോകാറുണ്ടപ്പാ. ഞാൻ വീണു പോകുമ്പോഴും കർത്താവേ, എൻ്റെ കരം പിടിക്കുന്ന ഒരു സ്നേഹം. ഞങ്ങൾക്ക് വേണ്ടി ഗത്സമനിൽ രക്തം വീർത്ത എൻ്റെ ഈശോയെ, അവസാന ചോര വരെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത ഓ ദിവ്യ സ്നേഹമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നപ്പാ. എൻ്റെ മനസ്സിലെ മുറിവുകൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ ഭയങ്ങൾ, എൻ്റെ ആകുലതകളെപ്പാ നിൻ്റെ തിരുമുറിവിലേക്ക് താ ഞാൻ സമർപ്പിക്കുന്നപ്പാ. ഏറ്റെടുക്കണമേ. മനസ്സിൽ നിറയും മുറിവുകളെല്ലാം വിരൽ
തൊട്ടുണക്കിടുന്നു. മനസ്സിൽ നിറയുന്ന മുറിവുകളെല്ലാം വിരൽ തൊട്ടുണക്കിടുന്നു. ഭാരങ്ങൾ പേറി ഞാൻ വീണിടുമ്പോൾ തോളിൽ വഹിച്ചിടുന്നു. ഒരു കുഞ്ഞിനെ പോൽ തിരുമാറിലവൻ എന്നെ എന്നും ഉറക്കിടുന്നു. കരഞ്ഞ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. കരഞ്ഞ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹമല്ലേ ഈശോ. ഇരുകരങ്ങൾ സ്വർഗത്തിൽ ഉയർത്തി മഹിമയിൽ വാഴുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ജപമാല കരങ്ങളിലെടുത്ത് കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകം മുഴുവൻ്റെ മേൽ കരുണയാകണമേ. ഞങ്ങൾ ഇടവകയുടെ മേൽ കരുണയാകണമേ. അപ്പാ, ഞങ്ങൾ യുവജനങ്ങളുടെ മേൽ കരുണയാകണമേ. ഈശോയെ, ഞങ്ങളെ ഈ വർഷത്തെ ഞങ്ങളെ തിരുനാളിന് ഈശോയുടെ കരങ്ങളിലേക്ക് ചേർക്കുന്നപ്പാ, ഞങ്ങളെ ബഹുമാനപ്പെട്ട ഡീക്കിനെ സമർപ്പിക്കുന്ന ഈശോയെ, ലോകം മുഴുവനും അഭിഷേകമുള്ള ഒരു പൗരോഗത്യമായി തീരുവാൻ എൻ്റെ കർത്താവിൻ്റെ ആത്മാവിനെ നൽകി ബലപ്പെടുത്തണമേ. കർത്താവെ, ഇടവകയുടെ എല്ലാ കാര്യങ്ങളെയും നയിക്കുവാൻ ഞങ്ങളെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ അവിടുത്തെ പരിശുദ്ധ ആത്മാവിൽ നിറച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ജപമാല കരങ്ങളിലെടുത്ത് കരുണയുടെ ഒരു ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും നാഥനും രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ സമയം നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും ഈശോയുടെ പരിശുദ്ധ ബലിപീഠത്തോട് നമുക്ക് ചേർക്കാം. അവിടുത്തെ കണ്ണുകളിലേക്ക് നമുക്ക് നോക്കാം. അവിടുത്തെ കണ്ണുകളിലേക്ക് നോക്കിയവരെല്ലാവരും പ്രകാശിതരായി. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും സമർപ്പിച്ച കർത്താവേ, അങ്ങയിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ അപ്പാ, ഞങ്ങളുടെ കുറവുകളെ നീ എടുത്തു മാറ്റണമേ. ഈശോയെ, ഞങ്ങളെല്ലാ ബലഹീനതകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ഒരു കുർബാനയായ ഈശോയെ, കള്ളന്മാരുടെ നടുവിൽ കർത്താവെ അങ്ങ് ക്രൂശിതനായപ്പോഴും കർത്താവെ നല്ല കള്ളനെ നെഞ്ചോട് ചേർത്തു. അങ്ങ് വന്നത് നീതിമാന്മാരെ തേടിയല്ല കർത്താവെ, പാപികളെ തേടി വന്ന ദൈവമാണ്. കർത്താവെ, ധൂർത്തപുത്രൻ ഈശോയെ അപ്പനെ ധിക്കരിച്ച് പന്നിക്കുഴിയിൽ വീണപ്പോൾ അവന് സ്വബോധമുണ്ടായി. അപ്പോൾ അവൻ നോക്കിയപ്പോൾ എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ അനേകം മക്കൾ സമ്പൽ സമർത്ഥമായി ജീവിക്കുന്നത് അവൻ കണ്ടു. അവൻ തിരികെ അപ്പൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അപ്പാ, നിനക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു. അപ്പാ, എന്നോട് കരുണയാകണമേ. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഈശോയിലേക്ക് സമർപ്പിക്കാം. അവൻ നമുക്ക് വേണ്ടി മുറിയപ്പെട്ട ഒരു ദൈവമാണ്. കള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനായ ഒരു ദൈവമാണ്. നമുക്ക് വേണ്ടി അപമാനങ്ങളേറ്റ ദൈവമാണ്. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കണ്ടാലോ അലറിയുകില്ല, ഉഴവു ചാൽപ്പോൾ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. ചേർന്ന് പാടാം. കണ്ടാലോ അലറിയുകില്ല, ഉഴവു ചാൽപ്പോൾ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ, മകളേ, നീ മാന്യനായിടുവാ. മകനേ, മകളേ, നീ മാന്യനായിടുവാ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും അപ്പൻ്റെ വിരിമാറിലേക്ക് സമർപ്പിച്ച് കണ്ണുനീരോട്, ഈശോയേ, എൻ്റെ ദാനമാണ് എൻ്റെ ജീവിതം. ഈ ലോകത്തുനിന്ന് അനേകം മക്കൾ എടുക്കപ്പെട്ടപ്പോഴും അപ്പാ, നിന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചതുകൊണ്ട് അപ്പാ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്നോടൊപ്പമായിരിക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെയും വേദനകളെയും നിന്റെ മാറിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഏറ്റെടുക്കണേപ്പാ. നമുക്കെല്ലാവർക്കും മുട്ടിൽമേൽ നിന്നും കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ. മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ. മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ. മകനേ, മകളേ, നീ മാന്യനായിടുവാ. മകനേ, മകളേ,
കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. കാൽക്കരങ്ങൾ നിനക്കായി തകർക്കപ്പെട്ടു. മകനേ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന ആരാധന നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീ, മൃതർതൻ ഉയർപ്പും നീ തന്നെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് നമ്മോടൊപ്പമായിരുന്നു നമ്മെ അനുഗ്രഹിച്ച നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക്, സ്തുതികൾക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.